വിശപ്പിന്റെ വിളിയെത്ര കഠിനമെന്ന് ചിന്തിച്ചാൽ മാത്രമറിവതുണ്ടോ? വിശപ്പിന്റെ വിളിയെത്ര കഠിനമെന്ന് ചിന്തിച്ചാൽ മാത്രമറിവതുണ്ടോ? സുഖജീവിതങ്ങൾ നയിക്കുവോർ നാം പട്ടിണി എന്തെന്നറിവതുണ്ടോ? സുഖജീവിതങ്ങൾ നയിക്കുവോർ നാം പട്ടിണി എന്തെന്നറിവതുണ്ടോ? നാഴികയ്ക്കു 40 എന്ന തോതിൽ നാനാവിഭവങ്ങൾ നമുക്കു പഥ്യം. എങ്കിലും മനുജാ നീ അറിഞ്ഞിടുക, വിശപ്പിൻ മുറവിളി ഉയരുന്നു പാരേ. വിശപ്പാൽ വലയുന്ന ജീവിതങ്ങൾ ചുറ്റിലുമുണ്ടെന്നറിഞ്ഞിടുക. പ്രാണൻ പിടയുന്നു വിശപ്പിനാലെ, ജീവൻ വെടിയുന്നു പൈതലുമേ. വയറെരിയുന്ന വിഭ്രാന്തിയാലെ വലയുന്ന മർത്യരുണ്ടെന്നറിഞ്ഞിടുക. നന്നേ കണ്ടുറന്നു നോക്കിക്കാണ്ട, വിശപ്പാൽ പിടയുന്നോരെത്രയെന്ന്. നമ്മൾ തൻ ദേശത്തിൻ ദിക്കിലെല്ലാം അലയുന്ന മർത്യരങ്ങെത്രയെന്ന്. പുലർകാലമിന്നെന്റെ കൈകളില അണഞ്ഞൊര പത്രത്തിൻ വാർത്തയൊന്ന് വായിച്ചു മനം തേങ്ങിപ്പിടഞ്ഞുപോയി, കണ്ണുനീരിറ്റതിശോകത്താലെ. 15 രൂപയ്ക്കായി കുരുതിയായ പതിതറൻ ചിത്രത്തിലതിറ്റു വീണു. വയറിന്റെ കത്തലകറ്റിയിടുവാൻ വഴിയില്ലാത്തൊരാൾ പത്നിയൊത്ത് അലഞ്ഞേറെ വലഞ്ഞൊരാ കടയിലെത്തി. വിശന്നേറെ പിടയുന്നു പ്രാണനെന്ന് കരഞ്ഞു പറഞ്ഞയാളിരന്നു നിന്നു. 15 രൂപയ്ക്കു കടം പറഞ്ഞു വില കുറഞ്ഞൊരു കൂടു ബിസ്കറ്റു മാത്രം. നാളെ തരാമതിൻ പണമെന്നു കെഞ്ചി 15 രൂപയ്ക്കു കടപ്പെട്ടുപോയി. വില തുച്ഛമായൊരാ ബിസ്കറ്റിനാലെ ദിനമൊന്നവർ മെല്ലെ തള്ളി നീക്കി. പിറ്റേന്നു പുലർന്നപ്പോൾ അക്കടക്കാരൻ കോപത്തിനാലങ്ങുറഞ്ഞു തുള്ളി. 15 രൂപയ്ക്കു കടം പറഞ്ഞില്ലേ, പണമെവിടെയെന്നവൻ രൗദ്രം കൊണ്ടു. അപ്പണം വേഗത്തിൽ തന്നുകൊള്ളാം, മറക്കില്ല നിങ്ങൾ തൻ സഹായഹസ്തം. പട്ടിണി പൈതാകം ശമിക്ക വയ്യാതെയാ കൈ രണ്ടും നീട്ടിയങ്ങിരന്നുപോയി. തങ്ങൾക്ക് കൈവശം പട്ടിണിയല്ലാതെ മറ്റൊന്നുമില്ലെന്നും താണുകയാണ്. കരഞ്ഞവർ കാലു പിടിച്ചിടും വേളയിൽ കരുണ തെല്ലുമില്ലാതാ കടക്കാരൻ കശാപ്പുകാരന്റെ ഭാവം പൂണ്ടു. മഴുവിനാൽ അവർക്കൊരു കാലനായി. 15 രൂപയ്ക്കു കടപ്പെട്ടതിൻ ഫലം മരണമാണെന്നയാൾ വിധി പറഞ്ഞു. ഇനിയൊരു നാളും വിശപ്പറിയാത്തൊരു ലോകത്തിലേക്ക് അയാൾ യാത്രയാക്കി. മൂർച്ചയേറും മഴുവിനാൽ അയാൾ അവർത്തൻ കണ്ഠത്തിലേക്കങ്ങാഞ്ഞു വീശി. കബന്ധമായി വീണവർ ചുടുനിണം ചീന്തി മണ്ണിതിൽ വീണു പിടഞ്ഞു തീർന്നു. ചാലിത്തെഴുതിയ ചോര കൊണ്ടവൻ 15 രൂപ വരവു വച്ചു. വിശപ്പിന്റെ ദുഃഖത്തിലൊന്നായി കഴിഞ്ഞവർ ശിരസറ്റ മരണവും പകുത്തെടുത്തു. ഇക്കഥ വായിച്ചൻ കണ്ണിറഞ്ഞു.
പാവങ്ങൾ ചത്താലങ്ങാർക്കു ഛേദം. ചോദ്യവുമില്ല പറച്ചിലുമേതുമേ, ഇവരെല്ലാം നാടിനു ഭാരമത്രേ. ഇനിയും ഇതുപോലെത്ര ശൂന്യോദരങ്ങൾ വിശപ്പിനാലെരിഞ്ഞീ നാട്ടിലുണ്ട്. താണൊരു ജാതിയിൽ പിറന്നുപോയ നീതിന്യായങ്ങൾക്ക് പ്രസക്തിയെന്ത്? ഇന്ത്യ തന്മാറിൽ തെണ്ടിയുഴലുന്നതാം പട്ടിണിക്കോലങ്ങൾ പുഴുക്കൾക്കു തുല്യം.